ഫ്രീ ആയിട്ട് അയാൾ അഭിനയിച്ചിട്ടുണ്ട്. ഗണപതി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, നല്ല അടിപൊളിയായി തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്. സാഗർ തൂക്കി തന്നെ പറയാം. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പടത്തില് നമ്മുടെ സന്ദീപിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് ഈ സുരാജിന്റെ ക്യാരക്ടറിലേക്ക് പോവുക, അതുപോലെ തന്നെ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിലേക്ക് പോവുക, അതുപോലെ തന്നെ ഇതില് മല്ലിക സുകുമാരന്റെ ക്യാരക്ടറും സാഗറിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയായി തന്നെ ചങ്ങായിച്ചിട്ടുണ്ട്. അയാൾ നല്ല റേഞ്ചുള്ള ആക്ടറാണ്, എന്റെ അമ്മോ ഒരു കിടിലൻ ആക്ടർ. അതുപോലെ തന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ പോകുന്ന സീൻ അടിപൊളിയായിരുന്നു. ലാൽ ജോസിന്റെ ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഇല്ലേ, നമ്മൾ ചിരിച്ച് പണ്ടറടങ്ങുമ്പോ ഗംഭീരമായിട്ടുള്ള പടമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അസീസിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് ചിരി വരും, ഒരു പക്ക പാർട്ടിക്കാരൻ. എന്നിട്ട് ഇയാളും ഈ പ്രേതം തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, എന്റെ പോലെ ചീരി ചൂപ്പാടക്കും. അതുപോലെ തന്നെ അസീസിന്റെ ഓട്ടം ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അയാൾ കോമഡി ഷോസ് ചെയ്യുന്ന സമയത്ത് തന്നെ വോഡഫോൺ കോമഡി സ്റ്റാറിലെല്ലാം അയാൾ ഓടുന്ന സ്റ്റൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. അതുപോലെ 2-3 ഓട്ടം ഈ പടത്തിലും വരുന്നുണ്ട്. പിന്നെ കലാഭവൻ നവാസിന്റെ കാര്യം, അയാളുടെ ലാസ്റ്റ് പടമായിരുന്നു, അധികം ചെയ്യാനൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അതിന്റെ ഇടയ്ക്കാണല്ലോ മരിച്ചു പോകുന്നത്, അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല എന്താണ്, ആവശ്യമുള്ള സ്ഥലത്തെല്ലാം അയാളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ മല്ലിക സുകുമാരന്റെ കഥാപാത്രം, അവരെ കുറിച്ചൊന്നും പറയാനില്ല, നല്ല വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ സ്ക്രിപ്റ്റും മേക്കിങ്ങും ആട്ടോ ഹീറോസ്, നല്ല സ്ക്രിപ്റ്റ് ആണ്, വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. എവിടെയും നമുക്ക് ബോറടിക്കില്ല, ഇന്റർവെൽ ആണെന്ന് നമ്മൾ അറിയുകയില്ല, പടപടപടപടേത് പടം ഇങ്ങനെ പോകും. അതായത് എവിടെ ഒരു സീറോ ലാഗ് ആണ് പടം, നല്ല ഫ്ലോയിൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു വൈബ് പടമാണ്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പടം കാണാൻ പോകുന്നുണ്ടെങ്കിലേ നല്ല ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് കുറച്ച് ടീമായിട്ട് പോവാം, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തമാശകൾ ഈ പടത്തിലുണ്ട്, പക്ഷെ വൾഗർ ആയിട്ടുള്ള തമാശയും കാര്യങ്ങളൊന്നുമില്ല, എവിടെയും ഇങ്ങനെ ഒരു ഡബിൾ മീനിങ്ങോ ഒരു പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഈ വെർബലായിട്ടുള്ള നല്ല ഡീസന്റ് ആയിട്ടുള്ള തമാശ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ്. അതുപോലെ തന്നെ അസീസ് മറ്റേ ഈ സ്മാരകത്തിന്റെ അടുത്ത് നിന്ന് സിന്ദാബാദ് ഓടിക്കുന്ന ഒരു സീനെല്ലാം ഉണ്ട്, അത് നമുക്ക് ഓർക്കുമ്പോ തന്നെ ചിരി വരും. അതെല്ലാം നല്ല കിണ്ണുമായിരുന്നു കേട്ടോ. പറയണെങ്കിൽ നമ്മൾ ഡയലോഗ് സീൻ ബൈ സീൻ നിന്ന് പറയേണ്ടി വരും. നല്ല രസകരമായിട്ടുള്ള പടം. അതേസമയത്ത് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള സീനിലൊക്കെ ഗണപതി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ പറയാൻ വിട്ടുപോയി, രാജേഷ് മാധവന്റെ കഥാപാത്രം, ആ റഷ്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെക്കായി, അത് ഗംഭീരത്തിന് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആ ഭാഗം എത്തുമ്പോഴത്തേക്ക് സിനിമ ഒന്ന് ഡൗൺ ആവുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ അത്രയും സമയം കണ്ടിരുന്ന ഒരു സ്റ്റൈലല്ല പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു ഭാഗത്തില്ലേ നല്ലൊരു കൈയടക്കം ഡയറക്ടർ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ചതിക്കാത്ത ചന്തു സിനിമ കാണുന്ന സമയത്തില്ലേ, അവര് ആ സിനിമ കഥയെല്ലാം വിട്ടിട്ട് ഇവർ ഈ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യില്ല, അത് വേറെ തന്നെ ഒരു ജിയോഗ്രഫിയിലേക്കാണല്ലോ അവർ പോകുന്നത്, ആ വീടിന്റെ അകമല്ലായിട്ട്. അതേപോലെ തന്നെ ഒരു വീടായിരുന്നു ഇവിടെയും, പക്ഷെ നല്ല കൈയടക്കത്തോടെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവൻ അറിയാലോ, നല്ല സ്റ്റേജ് പെർഫോമർ ആണ്, നാടകത്തിന്റെ നല്ല ബാക്ക്ഗ്രൗണ്ട് ആൾക്കുണ്ട്, അപ്പോൾ അയാൾ പിടിച്ചു നിൽക്കും എല്ലാ സ്ഥലത്തും, നന്നായി തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്. സോ